പക്ഷേ നമ്മൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ബാൽകെ നായർ ആക്രമിക്കാൻ മുതിർന്നു. ബാൽകെ നായർക്കും ആവേശം കയറി അദ്ദേഹം ബെൽറ്റ് അഴിച്ചു. പൈലറ്റിന് കൺട്രോൾ നഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നത് ബാലൻസ് കിട്ടുന്നതുമല്ല. ജയൻ്റെ മുട്ട് വന്ന് ആദ്യം തറയിലിരിക്കുന്നു, 2 മുട്ടും. ഓടിക്കോ എല്ലാവരും എന്ന് പറയുന്നു. കത്തും. അദ്ദേഹത്തിൻ്റെ പാൻറ് ജീൻസായിരുന്നു ഇട്ടിരുന്നത്. വെട്ടിമാറ്റിപ്പാണ് ഈ മുട്ട് ഒന്ന് കാണുന്നത്. ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിന്റെ 86ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ആഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് കോളിളക്കം എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന കല്ലൂർ ശശി സാറാണ് ഈ പ്രോഗ്രാമിൽ. ഈ ജയനെ പറ്റി ഒരുപാട് സംസാരിക്കും, അനുഭവം പങ്കിടും എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. എനിക്കതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും പറയാം. അത് ജയനെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ വികാരാധീനാവും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമാ പ്രവർത്തകനായിട്ട് ഏതാണ്ട് 52 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഇത്രയും കാലം സിനിമാ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വേർപാട്, ഒരു സംഭവം ആയിരുന്നു ഈ ജയനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മളെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അത് പറയുമ്പോഴാണ് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വരുന്നത് നോക്കുക. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. എന്നെപ്പറ്റി ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ. ഞാനീ പറഞ്ഞ പോലെ 52 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലേക്ക് വന്നു. ഏതാണ്ട് 100 മേലെയുള്ള സിനിമകൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 10ഓളം സിനിമകൾ ഞാൻ സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം നിർമ്മാണ രംഗത്ത് നിന്നും അല്പം മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു മുഴുവൻ സമയ സംഘടനാ പ്രവർത്തകനാണ്. നിലവിൽ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ജയൻ എന്ന ഒരു അത്ഭുത മനുഷ്യനെന്നേ പറയാൻ കഴിയും. കാരണം ജയൻ വിസ്മൃതിയിലാണ്ട് 45 വർഷങ്ങൾ ആകുകയാണ്. എന്നിട്ടും ഇപ്പോഴും ഒത്തിരി ആൾക്കാർ, ഒത്തിരി വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതാണ് ഞാൻ ഈ അത്ഭുത മനുഷ്യനെന്ന് പറയുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തും വലിയ താരമായിരുന്ന, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ശ്രീ പ്രേം നസീർ അഭിനയം ഇത് ചെയ്ത 700ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തന്നെ ഇപ്പോൾ വളരെ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വിസ്മൃതിയിലാണ്ട ഒരു നിലയിലാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷവും അതുപോലെ മൺമറഞ്ഞ ദിവസവുമെല്ലാം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ജയൻ അങ്ങനെയല്ല. ജയനൊരു വികാരമായി ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 1977
വളരെ 3 വർഷത്തെ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. പക്ഷേ 3 വർഷം കൊണ്ട് തന്നെ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. ആദ്യ പാഠം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട് കരാറിടുന്നത്. അദ്ദേഹം വന്ന് അഭിനയിച്ചു. അതിൽ നായകൻ, പുള്ളിയല്ല നായകൻ, അത് കമലഹാസനായിരുന്നു നായകൻ. ഇതൊരു ചെറിയ സെമി വില്ലൻ വേഷമാണ്. ഈ പറയുന്ന സാഹസിക രംഗങ്ങൾ അതിലുമുണ്ട്. ഈ സാഹസിക രംഗങ്ങൾ എപ്പോഴും ചെയ്യുന്ന ആളാണ്, എന്ത് റിസ്ക്കും എടുക്കുന്ന ആളാണെന്ന് മുൻകൂർ തന്നെ നമുക്ക് അറിയാമായിരുന്നു. അപ്പം അതിലും ഇതുപോലെ ഓടി വരുന്ന ട്രെയിനിൻ്റെ മേലെ ഒരു പാലത്തിൽ നിന്നുകൊണ്ട് ട്രെയിനിൻ്റെ ബോഗിയുടെ മേലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു, എടുത്ത് ചാരണമായത്. അങ്ങനൊരു സീനുണ്ട് അതിനകത്ത്. അതെല്ലാം റെഡിയായി. ഇദ്ദേഹം ചാടാനായിട്ട് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ ആക്ഷൻ കാണിച്ചാൽ മതി, ചാടയൊന്നും വേണ്ട, ചാടാനിവിടെ വേറെ ആളുണ്ട്, നിർത്തിയിട്ടുണ്ട്, അതിന് നല്ല പരിചയമുള്ള, ചാടാൻ പരിചയമുള്ള സ്റ്റണ്ടിൻ്റെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇതിൽ സമ്മതിക്കില്ല. എനിക്ക് ചാടിയേ പറ്റൂ എന്ന്. പിന്നെ ഞങ്ങൾ വളരെ നിർബന്ധിച്ചാണ് നിങ്ങൾ ചാടണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. അപ്പം അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ ഈ സാഹസികത എപ്പോഴും കൈമുതലായുള്ള ഒരു വ്യക്തിയായിരുന്നു ജയൻ. പിന്നീട് ആദ്യ പാഠം, അടവുകൾ 18, അങ്കക്കുറി, ആവേശം എല്ലാം ഒരേ കമ്പനിയുടെ സിനിമകളാണ്. അതിലെല്ലാം ഞാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കോളിളക്കത്തിൽ വന്നെത്തിയത്. കോളിളക്കത്തിൽ ആക്ച്വലി ഇങ്ങനെ ഒരു സാഹസിക രംഗമൊന്നും സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തൊന്നും ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിംഗ് ഏതാണ്ട് തീർന്നതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കാണ് ഈ ക്ലൈമാക്സ് എങ്ങനെ എടുക്കാം എന്ന് സംവിധായകനും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്നുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ, ഒരു ഫൈറ്റ് സീനിൽ ഹെലികോപ്റ്ററിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ വന്നിട്ടില്ല. ഹിന്ദി സിനിമയിലൊക്കെ ചില ചിത്രങ്ങളിലേ വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു പുതുമയുണ്ടാവും, നമുക്കതെടുക്കാം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഉടനെ തന്നെ ചോദിച്ചു, അത് വലിയ റിസ്ക്കുള്ള കാര്യമല്ലേ, നമ്മളെന്തിനാണ് അതിലേക്കൊക്കെ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. എൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ പോണത് ഒന്ന് അതിൻ്റെ ഒരു ചെലവ്, രണ്ടാമത് അതിനെടുക്കേണ്ടി വരുന്ന ഒരു റിസ്ക്. ഈ 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. ഞാൻ ഓൺ ബിഹാഫ് ഓഫ് ദി പ്രൊഡ്യൂസർ അല്ലേ, അപ്പോൾ എനിക്ക് ചിന്തിക്കണം എൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് ഇതാണെന്നുള്ളത്. എന്നിരുന്നാലും എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു, ആശയം എല്ലാവർക്കും ചെയ്യണമെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ എവിടെ കിട്ടും? അപ്പോൾ അന്ന് ഹിന്ദി സിനിമയിൽ വരെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെല്ലാം, ഈ നാട്ടിൻപുറത്ത് ഈ റബ്ബറിന് തുരിശടിക്കാൻ ബോംബെയിൽ നിന്നും ഹെലികോപ്റ്റർ വരാറുണ്ട് ഇവിടെ കേരളത്തിൽ. അത് ബോംബെയിലൊരു കമ്പനി ആണത് ഹയർ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് സ്റ്റണ്ട് മാസ്റ്ററും സംവിധായകനും കൂടെ പ്ലാൻ ചെയ്തു, എല്ലാം ചെയ്തതാണ്. എന്നിട്ട് നമ്മളൊരു മാസത്തിന് മുമ്പേ ബോംബെയിൽ പോയി ഈ കമ്പനിയുമായി ധാരണയിലെത്തി. ഭയങ്കര കോസ്റ്റ്ലിയാണ്, പെർ അവർ ചാർജൊക്കെയാണ്. നമുക്കും ഇതിനെപ്പറ്റി, എൻ്റെ സാങ്കേതികത്തെ പറ്റിയിട്ടൊന്നും ഒരു ഗ്രാഹ്യവുമില്ലാത്തവരാണ് ഞാനടക്കമുള്ള ഭൂരിപക്ഷം പേര്.
അപ്പോൾ അത് ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിയിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുവരുന്നത്. അതിങ്ങനെ ലോറിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അതിശയത്തോടാണ് നമ്മളൊക്കെ നോക്കി നിന്നത്, ഇത് ഹെലികോപ്റ്ററായി മാറുന്നത് കാണാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഈ പടത്തിൽ ഹെലികോപ്റ്റർ ഉൾപ്പെടുത്തി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു മാസത്തിന് മുമ്പേ തീരുമാനിച്ച കാര്യമാണ്. അപ്പം ഈ ഡേറ്റ് അന്ന് ജയൻ ഒത്തിരി സിനിമകളിൽ ഒരേ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ സുഹൃത്ത് ബന്ധത്തിൽ വച്ചിട്ട് അദ്ദേഹത്തെ ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ടായിരുന്നു, ജയൻ ഇങ്ങനെയൊന്നും നമ്മൾ റിസ്കിലോട്ട് പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു ഭയങ്കര ത്രില്ലായിരിക്കാം, പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മുഖം കൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ റിസ്കിലേക്ക് കൂടുതൽ കടക്കരുത്, അതിനൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഓർമ്മിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. തലേങ്ങനെ ദിവസം വന്നു, ഷൂട്ടിങ്ങിൻ്റെ ദിവസം എത്തി. തലേ ദിവസം അദ്ദേഹം ചെന്നൈയിലെത്തി. അന്നത്തെ മദ്രാശിയാണ് ഇന്ന് ചെന്നൈ ആയിട്ടില്ല, മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ തലേ ദിവസം തന്നെ ഒരു സാഹസികത, അവിടെ വളരെ നാരോ എസ്കേപ്പിൽ വന്ന ആളാണ്. പിന്നീടാണ് അറിയുന്നത്, ഒരു ആനയുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിൽ, എനിക്ക് തോന്നുന്നു അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ചെന്നൈയിലെത്തുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ചെന്നൈയിൽ മറ്റൊരു സിനിമ, അദ്ദേഹത്തെ അഭിനയിച്ച മറ്റൊരു സിനിമയുടെ ഒരു 3 മണിക്കൂർ വർക്കുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. നേരെ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. കണ്ട് അടുത്ത ദിവസത്തെ പ്രോഗ്രാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാഹസികത എപ്പോഴും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പരമാർത്ഥം. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് ഉറക്കം എണീറ്റു എല്ലാവരും, ഞങ്ങളുടെ ക്രൂ. കാരണം ഇവിടുന്ന് 40 കിലോമീറ്റർ അകലെയാണ് ചെന്നൈ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഈ ചോളാവരം എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തെത്തണമെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂർ ജേണിയുണ്ട്, 1-2 മണിക്കൂർ. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ മൂവ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ ഒരു 8 മണിക്ക് 8:30 മണിക്കെങ്കിലും ഷൂട്ട് തുടങ്ങാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്. ഇവരെല്ലാം ഈ വാഹനത്തിൽ അവിടെ എത്തിക്കണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തലേ ദിവസം നടത്തി വച്ചിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് നോക്കുമ്പോൾ ശക്തമായ മഴ പെയ്യുകയാണ്. അപ്പോൾ ഈ മഴയത്ത് ഒരിക്കലും ഇത് നടക്കാൻ സാധ്യതയില്ലെന്നാണ് എഴുതിയത്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ നിർമ്മാതാവിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു, മഴ പെയ്യാണ്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. മഴ ചിലപ്പോൾ മാറും, എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്കെന്ന് പറഞ്ഞു. 5 മണിയായി, മഴ മാറുന്നില്ല, അതേ ശക്തിയായ മഴ അവിടെ പെയ്യുകയാണ് ചെന്നൈയിൽ. 6 മണിയായി. അപ്പം ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് റൂമിൽ നിന്ന്, എന്തായി പുറപ്പെടേണ്ടതെന്ന്. അദ്ദേഹം അറിഞ്ഞില്ല ഈ മടിയിൽ ഇത്രയും മഴയാണെന്ന്. അതേ ഹോട്ടലിൽ, ഞങ്ങളിതെല്ലാവരും ഒരേ ഹോട്ടലിൽ തന്നെ ഉള്ളത്, പാംഗ്രോ ഹോട്ടൽ ചെന്നൈയിൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര മഴയാണ്, നമുക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം ഞാൻ റെഡിയാണ്, എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. നമ്മളിങ്ങനെ സകലമാന ദൈവത്തെയും വിളിച്ച് മഴ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കണമെന്നുള്ളതുകൊണ്ട് എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഒരാളിന്
11 തേങ്ങ അടിക്കാനായിട്ട് ഗണപതിക്ക് അടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. മഴ ഒന്ന് നിർത്തിത്തരാം. ഒരു 7 മണി കഴിഞ്ഞപ്പോൾ മഴ നിന്നു. അത് ചെറിയ വെളിച്ചം വന്നു തുടങ്ങി. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ മൂവായി പോയി. ഒരു 11 മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയെല്ലാം സെറ്റാകുന്നത്. 12 മണിയോട് കൂടിയാണ് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഷൂട്ടിംഗ് തുടങ്ങി. ഒത്തിരി രംഗങ്ങൾ ചിത്രീകരിച്ചു. ഈ ഹെലികോപ്റ്റർ വെച്ചുള്ള രംഗങ്ങളാണ് ചിത്രീകരിച്ചത്. അതെല്ലാം ഇങ്ങനെ ഹെലികോപ്റ്റർ ഒരു 30-40 അടി ഹൈറ്റിൽ അത് സ്റ്റഡിയായിട്ട് 10 മിനിറ്റോളം നിൽക്കും എന്നാണ് ഈ പൈലറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ അതിലുള്ള എടുത്ത് ചാടുന്നതും മേലെ കയറുന്നതും എല്ലാ കാര്യങ്ങളും എടുക്കണം എന്നുള്ളതാണ്. അതെല്ലാം എടുത്തു. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇന്നത്തെ പോലെ ഡിജിറ്റലല്ല. 3000 അടിയോളം ദൈർഘ്യമുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചു. ഇനി ഈ അദ്ദേഹം ഈ ബൈക്കിൽ സുകുമാരൻ്റെ പുറകിലിരുന്ന് വന്ന് എണീറ്റ് ഉയർന്ന് പൊങ്ങുന്ന ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് പാഡിൽ പിടിച്ച് മേലോട്ട് കയറണം, പിടിക്കണം. ഇത്രയേ പൈലറ്റ് പറഞ്ഞിട്ടുള്ളൂ. പൈലറ്റ് എല്ലാവരെയും കൂട്ടി നിൽക്കെ എല്ലാവരെയും വിളിച്ച് ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ജയൻ ഈ ബൈക്കിൽ നിന്ന് ലാൻഡിംഗ് പാഡിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പോയി സ്റ്റഡിയായിട്ട് തിരിച്ചു വന്ന് ഈ ഒരു 30 അടിയിൽ മേലെ നിർത്തുന്നത് വരെ ഒരു ചലനവും പാടില്ല, അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം സമ്മതിച്ചു. അതുപോലെ അകത്ത് ബാലൻ കെ നായരാണ്, ഈ സൈഡിൽ പൈലറ്റാണ്. പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആൾ. ബാലൻ കെ നായരോട് പ്രത്യേകം പറഞ്ഞു, അദ്ദേഹവും കുറച്ച് ആവേശം കാണിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിൻ്റെ സ്വതവേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. വേറൊന്നുമല്ല, വളരെ ഇന്നസെൻ്റാണ് പുള്ളി. എങ്കിലും ചിലപ്പോൾ ഫൈറ്റ് രംഗത്ത് പ്രേം നസീർ പറയാറുണ്ട്, ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അടിയൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന്. ഒരു ടൈമിങ് കൃത്യമില്ലാതെ അദ്ദേഹം അങ്ങ് ചെയ്യും. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. വളരെ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ബെൽറ്റിട്ട് ആ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊങ്ങി തിരിച്ചു വന്ന് നിൽക്കുന്നത് വരെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം, അനങ്ങരുതെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്ത് 3 സ്ഥലത്ത് 3 ക്യാമറ, ഒരു ക്യാമറ കാറിൻ്റെ മാരുതി വാൻ തുറന്നു വച്ചിട്ട് അതിൽ ഷൂട്ട് ചെയ്ത് ഇത് ബൈക്ക് പോകുമ്പോൾ അതിൻ്റെ ഫോളോ ചെയ്ത് പോകുന്ന മാതിരിയൊക്കെയാണ് വെച്ചാൽ. ഞാൻ അതിനോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും എനിക്കിതൊരു കാണാനും അതിൻ്റെ ഒരു നിയന്ത്രിക്കാനൊക്കെ ഒരു വലിയ ത്രില്ലുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ക്യാമറയുടെ കൂട്ടത്തിൽ ആ വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിതിനടുത്തെത്തുന്നത്. ബൈക്കിൽ വന്നു, ഹെലികോപ്റ്റർ കൃത്യമായിട്ട് പൊങ്ങി, അദ്ദേഹം ചാടി പിടിച്ചു, ഹെലികോപ്റ്റർ പൊങ്ങിപ്പോയി. പക്ഷേ നമ്മൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ഈ പോകുന്ന ആ മോഷനിൽ തന്നെ ജയൻ അക്രോബാറ്റിക്സ് കാണിച്ചു. അദ്ദേഹം മേലെ യഥാർത്ഥത്തിലുള്ള സീൻ അദ്ദേഹത്തെ വലിച്ച് താഴെ ഇടണം എന്നുള്ളതാണ്. അതിവിടെ നിർത്തിത്തരും, അപ്പം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ആക്രമിക്കാൻ, ബാലൻ കെ നായർ ആക്രമിക്കാൻ മുതിർന്നു. ബാലൻ കെ നായർക്കും ആവേശം കയറി. അദ്ദേഹം ബെൽറ്റ് അഴിച്ചിട്ട് സീറ്റിൽ നിന്ന് പൊങ്ങി സൈഡ് വെച്ചിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചു, പുള്ളിയെ ചവിട്ടുന്ന മാതിരി.
അപ്പം ഈ പൈലറ്റിന് കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ഉണ്ടല്ലോ. ഇത് സാധാരണ ഇപ്പോഴത്തെ ആധുനിക സംഭവം പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ആധുനിക ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്തും ചെയ്യാമല്ലോ. പക്ഷെ അതുപോലെയൊന്നുമില്ല. ഇതിനൊരു വലിയ ഗോളം മാതിരിയുള്ളൊരു ഇതും ഫ്രണ്ടിൽ ബാക്കിലോട്ടൊരു വാലും, ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൈഡ് കൊണ്ട് വെയിറ്റ് കൂടി ആ സൈഡ് കൊണ്ടുപോയി താഴ്ന്നു, ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കണ്ണ് നട്ട് നോക്കിയിരിക്കുക ബാലൻസ് തെറ്റുന്നതുമെല്ലാം. സത്യം ഞാൻ വെറുതെ പറയുകയല്ല, എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പൊങ്ങിയത്, പിന്നെ ഇങ്ങോട്ട് വായു വേഗത്തിൽ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് കൺട്രോൾ നഷ്ടപ്പെട്ട് വരവാല്. അപ്പം ഞാൻ കിടന്ന് വിളിച്ചു, കൈവിട്ടെന്നാലും ഏതാണ്ട് ഈ എയർ സ്ട്രിപ്പിന് തൊട്ടടുത്ത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ പുല്ല് വളർന്നിപ്പുണ്ട്. വളരെ ഒരാൾ പൊക്കത്തിന് മേലെയുണ്ട് പുല്ല്. അതിലോട്ടാറ്റ വന്ന് വിഴുന്നാൽ കാലൊക്കെ എവിടെയുമായിരിക്കും ചിലപ്പോൾ. രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ശബ്ദത്തിൽ അതൊന്നും കേട്ട് കാണാൻ വഴിയില്ല ഒരിക്കലും. അങ്ങനെ ഇത് നേരെ വന്നു വിടുന്നു. ഞാനിങ്ങനെ പാൻ ചെയ്ത് വന്ന് തൊട്ടപ്പുറത്തായിട്ട് ഈ ജയൻ്റെ ഇങ്ങനെ പിടിച്ചിരുന്ന ആളിൻ്റെ മുട്ട് വന്ന് ആദ്യം തറയിലിടിക്കുന്നു, 2 മുട്ടും. അടുത്ത സെക്കൻഡിൽ കൈ അങ്ങ് വിട്ടു. അപ്പം ഹെലികോപ്റ്റർ കുറച്ച് അപ്പുറത്തും വീഴുന്നു, വന്ന് തട്ടി ഇദ്ദേഹം ഇവിടെയും വീഴുന്നു. ഈ ഓടുന്ന ബസ്സിൽ നിന്ന് ഒരാൾ സമനില തെറ്റിയൊന്ന് വീഴുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇവിടെ മടിച്ചിട്ടാണ് വീഴുന്നത്. നമുക്കറിയാം, നമ്മുടെ തലയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലമെന്ന് പറയുന്നത് ഇതാ. അതാണ് തറയിലടിച്ചത്. അപ്പോൾ ആ വണ്ടി അങ്ങ് തിരിച്ചും പോയി, ക്യാമറ വണ്ടി അങ്ങ് തിരിച്ച് ബാക്കിലോട്ട് പോയി. കാരണം എല്ലാവരും കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പുറത്ത്. ഹെലികോപ്റ്റർ നിറയെ പെട്രോളല്ലേ, കത്തും, ഇപ്പം കത്തും, ഓടിക്കോ എല്ലാവരും എന്ന് പറയുന്നു. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഞാൻ ഓടുന്നു, ഇദ്ദേഹത്തിനടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഞാൻ പിന്നെ അവിടെ വന്ന് ഞാൻ ഇങ്ങനെ അലറുന്നു എല്ലാവരുടെയും. ആരോ ഒരാൾ എനിക്ക് നമ്മുടെ ക്യാമറ അസിസ്റ്റൻ്റ് രംഗനാഥൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് സഹായത്തിന് ഓടിക്കൊണ്ട് വന്നത്. അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ചു. അങ്ങനെ പിടിച്ചെണീപ്പിച്ചു. എൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ബ്ലഡ് പൈപ്പിൽ നിന്ന് തുറന്നു വിട്ട മാതിരി വന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. അത് ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ടുവരാൻ വിളിച്ച് പറയുന്നു. പക്ഷെ ആരും വണ്ടി കൊണ്ടുപോകുന്നില്ല. കാരണം ഈ പറഞ്ഞാൽ കേൾക്കാത്ത ദൂരത്താണ് എല്ലാവരും നിൽക്കുന്നത്, അത് വേറെ ഉണ്ട്. പിന്നെ വണ്ടി കൊണ്ടുവരാനുള്ള ഡ്രൈവേഴ്സ് എല്ലാം അവിടെ പറയുന്ന എന്നാണ് പിന്നീട് അറിഞ്ഞത്. അവർ പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വന്നാൽ പെട്രോളാണ് ഇപ്പോൾ കത്തുന്നു, അതുകൊണ്ട് ആരും വരാനുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഈ ജയൻ്റെ തന്നെ വണ്ടി ഡ്രൈവർ പെട്ടെന്ന് വണ്ടി കൊണ്ടുവരികയും ഫിയറ്റ് വണ്ടി, അതിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ, എനിക്ക് രംഗനാഥൻ സഹായിച്ചു തന്നു. ഞാൻ വണ്ടിയിൽ എൻ്റെ മടിയിൽ ഇരിക്കുന്നത് പോലെ ഇരുത്തിയാണ് 40 കിലോമീറ്ററിനപ്പുറത്തുള്ള ജനറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ, അതായത് നമുക്ക് അതിനെപ്പറ്റി വലിയ എവിടെ ഹോസ്പിറ്റലൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഈ എയർ സ്ട്രിപ്പ് തീരുന്ന സ്ഥലത്ത് റോഡിന് സൈഡിലൊരു പോളി ക്ലിനിക്കുണ്ട്. അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഒന്ന് വണ്ടി നോക്കണം, കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടിക്കൊണ്ടുവന്ന് വണ്ടി നോക്കിയിട്ട് പറഞ്ഞു, വിട്ടോ നേരെ ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞു. ഈ റോഡ് നേരെ ചെന്ന് തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്, അതിൻ്റെ ആപ്പോസിറ്റാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ.
ഈ റോഡ് നേരെ അങ്ങ് പോയാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിട്ടത്. അതുകൊണ്ട് വണ്ടി കയറി 2 സ്റ്റാർട്ട് ചെയ്ത് വിട്ടതും മഴയും തുടങ്ങി. ഭയങ്കര മഴ, മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലാത്ത വണ്ണം മഴ. ആ മഴയൊക്കെ അതിജീവിച്ച് സമയമെടുത്തു. അവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. കാഷ്വാലിറ്റിയിലേക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സീൻ തന്നെ ആയിരുന്നു. ചെന്നു. അവിടെ ഒരു ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ, നഴ്സും. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞു. ഇതാരെന്നുള്ളത് അവരെ മനസ്സിലാക്കി. അവരെല്ലാം തമിഴ് ആൾക്കാരാണ്. ഉടനെ തന്നെ അവർ ഇതിൻ്റെ ആദ്യത്തെ പ്രക്രിയകളെല്ലാം അവർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാൻറ് ജീൻസായിരുന്നു ഇട്ടിരുന്നത്. ജീൻസൊക്കെ വെട്ടിയാണ് മാറ്റുന്നത് ഈ കത്തിരി കൊണ്ട്. വെട്ടി മാറ്റിപ്പാണ് ഈ മുട്ട് ഒന്ന് കാണുന്നത്. ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. മുട്ടൊരു ഹോള് മാത്രമുണ്ട് 2 മുട്ടിലും. എനിക്ക് ഭയമൊന്നും തോന്നിയില്ല, കാരണം ഞാൻ മരവിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടാത്ത ഒരു സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ മെയിൻ ഡോക്ടറെ ഫോണിലേക്ക് വിളിക്കുന്നു. സൺഡേ ആയതുകൊണ്ട് വീട്ടിലാണ് അവർ വിളിക്കുന്നത്. ഒരു ഡോക്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മലയാളിയാണ്, ന്യൂറോ സർജനാണ്. അയാൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാണ്. അദ്ദേഹത്തെയാണ് ഫോൺ ചെയ്യുന്നത്. സാർ, ഇങ്ങനെ ഒരാളുണ്ട്, അത് വന്ന ആൾ പറയുന്നു ഇദ്ദേഹം വലിയ ആർട്ടിസ്റ്റാണ്, ജയനാണ് മലയാളത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് നിന്ന് ആ ഫോണിങ് വാങ്ങിച്ച് തട്ടിപ്പറിച്ചെടുത്ത് ഞാനങ്ങ് വിളിച്ചു. സാർ ഇതാണ് എത്രയും പെട്ടെന്ന് സാർ എത്തണമെന്ന് പറഞ്ഞു. പിന്നെന്താ, ഞാനിപ്പോൾ എത്താം എന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ ഇതിൽ തിയേറ്ററിലേക്ക് കയറ്റിക്ക് വന്ന് അവരടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. ഒരു 15-20 മിനിറ്റിൽ അദ്ദേഹത്തൊന്നു ഒരു നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏതാണ്ട് 4-4:30-5 മണിയായി കാണും. ഞാനിവിടെ ഈ ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അവരെല്ലാവരും അവിടുത്തെ പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, വിജയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്, ആ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. എന്നത് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ നോക്കെ ഈ കോയിൻ ഫോണ്, അവിടെ ഹോസ്പിറ്റലിൽ കോയിൻ ഫോണേ ഉള്ളൂ വെളിയിൽ. അപ്പോൾ ആ കോയിൻ ഫോണിൽ ഫോൺ ചെയ്യാനായിട്ട് കോയിനൊക്കെ സംഘടിപ്പിച്ച് ഒരു നമ്പർ ഓർമ്മ വരുന്നില്ല. അല്ലെങ്കിൽ ഒരു 10,000 നമ്പറൊക്കെ ഞാനിവിടെ ഡയറി കൊണ്ട് നടക്കാറില്ല. സിനിമയിൽ എനിക്ക് കാണാപ്പാടമാണല്ല, ഒന്നും ഓർമ്മ നിൽക്കുന്നത്. എങ്ങനെയോ ഓർമ്മയിൽ വന്ന് ഒരു സ്റ്റുഡിയോയുടെ നമ്പർ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമ ഈ റെക്കോർഡിങ് നടത്തുന്നത്. അവിടെ നമ്മളും അവിടെ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് ആ നമ്പർ. ലാൻഡ് ഫോൺ നമ്പറാണ്. ഞാൻ അതിലേക്ക് വിളിച്ചു. ഷൺമുഖം എന്ന് പറയുന്ന ആളാണ്, നല്ല പരിചയമുള്ള. അദ്ദേഹത്തിനടുത്ത് കാര്യം പറഞ്ഞു. അവിടെ ഡയറി വച്ചിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയിലുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാം അതിനകത്ത് നമ്പറുണ്ട്. ഞാൻ പറഞ്ഞു, അറിയുന്ന കുറച്ച് പേർക്ക് വിളിച്ച് പറയണം, എനിക്ക് ഇവിടുന്ന് ഫോൺ ചെയ്യാമെന്ന് ഓർത്തില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയിക്കുന്നു. അദ്ദേഹം അടുത്ത ആൾക്കാരെ അദ്ദേഹമാണ് അറിയിക്കുന്നത്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ, അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചു പറയുന്നു. ഞാൻ പറഞ്ഞു, ആ പുള്ളി പറഞ്ഞു എല്ലാവരെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കാറിൽ നിറയെ ആൾക്കാർ വന്നിറങ്ങി. അതായത് സംവിധായകൻ ശശികുമാർ, ഈ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ തുടങ്ങി അന്ന് ഇദ്ദേഹത്തെ വച്ച് സിനിമ എടുത്തിട്ടുള്ള സകല പേരും ഓടി വന്നു. ഇങ്ങനെ തിയേറ്ററിന് വെളിയിൽ വളരെ വിഷമത്തോടെ നിന്നു. 6 മണി കഴിഞ്ഞപ്പോൾ ഒരു നഴ്സ് വന്ന് എന്നെ വിളിച്ചു. എന്നെ മാത്രമാണ് വിളിച്ചത്. ഞാൻ അകത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര മോശം കണ്ടീഷനായിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് തന്നെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് അറിയിച്ചേക്കാൻ പറഞ്ഞ എല്ലാവരും. അങ്ങനെയാണ്
ഞാൻ വന്നുവള്ളിയിൽ എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ ഇനി അനന്തര നടപടിക്കായി എല്ലാവരും അപ്പം തന്നെ പിരിഞ്ഞു. അപ്പോൾ ഞാൻ വേറെ 2-3 പേരും മാത്രം അവശേഷിച്ചു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ അദ്ദേഹത്തെ മാറ്റി. ശ്വാസം പോയിട്ടില്ല, അപ്പോഴും ഉണ്ട്. അന്നീ ഓക്സിജൻ കൊടുക്കുമ്പോൾ ബ്ലാഡർ സിസ്റ്റമാണ്, ഇങ്ങനെ ചുരുക്കുകയും നിവർക്കുകയും ചെയ്യുന്ന ആ സിസ്റ്റം. അപ്പം അതിങ്ങനെ ചുരുങ്ങി. ഇപ്പം ഞാൻ ഒരാളെ മാത്രം അലവ് ചെയ്തു ആ ഇതിലേക്ക്. അങ്ങനെ ഞാൻ പോയി അടുത്ത് നിന്നു. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ബ്ലാഡർ പതുക്കെ 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 നിന്നു. അതോടെ ഇതിനൊരന്ത്യമായി. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മരണം.